ഈ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ഒരു പർച്ചേസ് നമ്മൾ എൻട്രി ഇടുമെന്ന് വിചാരിക്കാം. ഈ പർച്ചേസിൻ്റെ എൻട്രി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ എൻട്രി നമുക്ക് റീവെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സും നമ്മളവിടെ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അത് എയ്തർ സോഫ്റ്റ് കോപ്പി ആയിരിക്കാം അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിരിക്കാം, കുഴപ്പമില്ല. ഇപ്പം പർച്ചേസ് ആണെങ്കിൽ ആ പർച്ചേസിൻ്റെ സപ്ലയറുടെ ബില്ല് നമ്മുടെ കയ്യിൽ ഡോക്യുമെൻറ്റഡ് ആയിട്ടുണ്ടാവണം. ഒരു വർഷം മുന്നത്തെ ഒരു പ്രത്യേക ഡേറ്റിൽ ഒരു പർച്ചേസ് ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈസിലി എടുക്കാൻ പറ്റണം. അപ്പോൾ ആ പർച്ചേസ് ബില്ല് നമുക്ക് തപ്പാനായിട്ട് 2 മണിക്കൂർ സമയം എടുത്തിട്ട് കണ്ടുപിടിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർലി ഇത് നമ്പർ ചെയ്ത് ഫയലിംഗ് സിസ്റ്റംസ് മെയിൻറ്റെയിൻ ചെയ്ത് ഫയലാക്കിയിട്ട് വെക്കണം. സോഹോ പോലെയുള്ള അക്കൗണ്ടിങ് പ്ലാറ്റ്ഫോംസ് വന്നു. അതിൽ നമുക്ക് ഓരോ എൻട്രിയിൽ തന്നെ ഇതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ടാലിയിലായാലും നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ടെക്നോളജിക്കലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ ഐഡിയാസ് എല്ലാം നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. ഇതിന് പുറമെ നമ്മൾ റെഗുലറായിട്ട് സൂക്ഷിക്കേണ്ട അല്ലാത്ത ഇതുണ്ട്. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ക്യാഷ് ഡീൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് വയ്ക്കുക, ഒരു പെറ്റി ക്യാഷ് എന്ന് വയ്ക്കുക. അവിടെ ഒരു പെറ്റി ക്യാഷ് സിസ്റ്റം നിർബന്ധമാണ്. ഇത് നമ്മൾ ഒരു ക്യാഷ് രജിസ്റ്റർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയറും ആയിരിക്കാം. എൻഷുർ ദാറ്റ് ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്നുള്ളത് ഇറ്റ്സ് അഡിക്വേറ്റ് ടു മാനേജ് ഓൾ ദീസ് തിങ്സ്.